ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പറ്റില്ല, കാരണം വണ്ടി സ്റ്റാർട്ടായി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് കയറ്റിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതിനകത്ത് എഞ്ചിനിൽ ഒരു തുള്ളി ഓയിലില്ല, ആ കൂടിയുള്ള ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതും പ്രകാരം സിലിണ്ടറിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, കാരണം സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ എല്ലാ ലക്ഷണങ്ങളും കാണും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസിൻ്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കേസ് കൃത്യമായിട്ട് നോക്കാം. നമുക്ക് 99% സിലിണ്ടർ പിസ്റ്റൺ ഡാമേജാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഓയിൽ ഇല്ലാത്തത് കൊണ്ട് വേറെ പുകയുടെ പ്രശ്നമൊന്നും കാണിക്കില്ല. പക്ഷേ നമ്മളിതിപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് 800 മില്ലി ഓയിൽ വേണ്ട സ്ഥാനത്താണ് നമുക്കിതിവിടെ ഒരു 20 മില്ലി ഓയിൽ പോലും ഇല്ല. അപ്പോൾ നിലവിൽ ഓയിൽ ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ഹീറ്റ് ആവുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് പുക വരും. നല്ല രീതിയിൽ നീല കളർന്ന വെള്ള കളർ പുക വരും. അത് ഓയിൽ കയറി കത്തണേൻ്റെ പുകയാണ്. അപ്പോൾ അത് 99% നമുക്ക് ആ കംപ്ലയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുകയുടെ പ്രശ്നം കാണിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്. അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ആയിരുന്നു അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ അഴിച്ച് നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ജെനുവിൻ ഫിൽറ്റർ കിടക്കുന്നത് കേട്ടോ. തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, CVT ക്ലച്ചാണ്. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ വരാം. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള പാർട്സുകൾ കൂടുതലുള്ള ഭാഗമാണ് ഈ ഓട്ടോ ക്ലച്ച് യൂണിറ്റ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാനും അതിൻ്റെ തേമാനങ്ങളോ എന്തെങ്കിലും പാർട്സുകൾ ഡാമേജ് ഉണ്ടോ ഇതൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം ചെക്ക് ചെയ്യണത്. അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല. അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ പൊട്ടൽ കൂടുതൽ കാണുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ട്. ഇച്ചിരി ദീർഘദൂര ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബെൽറ്റ് ഇട്ട് ഓടിക്കാതിരിക്കണതാണ് നല്ലത്. ബെൽറ്റ് മാറ്റിയിടണമായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ലോക്കലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ അടുത്ത ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും പ്രോബ്ലം വന്നൊന്നുമില്ല. നെക്സ്റ്റ് സർവീസിലും അടുത്ത സർവീസിലും മാറ്റിയാലും മതി. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിള്ളൽ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. അത് ഒരു കട്ടയായിട്ട് പൊളിഞ്ഞു പോന്നാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ പോകും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മളത് പറയണം കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിങ് നടത്തും. നമുക്ക് വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തേമാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ ബുഷൊക്കെ നോക്കുമ്പോൾ അറിയാം ചില ഭാഗങ്ങളൊക്കെ തേമാനമുണ്ട്. പക്ഷെ നമുക്കത് തീരെ മോശമായ ഒരു അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിലവിലൊന്ന് ക്ലീനായിട്ട് എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ അത് ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്, മാറ്റിയിടുന്നതായിരിക്കും സേഫ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്ലോർ പാനലിൻ്റെ ഭാഗം നല്ല രീതിയിൽ തുരുമ്പിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ്. വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പെയിൻറ്റ് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ചെയ്യുമ്പോൾ കറക്റ്റ് വണ്ടിയുടെ കളർ നോക്കിയിട്ട് മെറ്റാലിക് പെയിൻറ്റ് അടിക്കും. അത്യാവശ്യം കോസ്റ്റ് ആവും. അതിൻ്റെ ആവശ്യമില്ല. ഫ്ലോർ വേണ്ട ഭാഗമാണ്. ഇതിൻ്റെ മുകളിൽ മാറ്റും മണ്ണുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്യാവുന്ന ദിവസമുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിലില്ല കേട്ടോ. അത് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ മിസ്സിങ്ങോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ ശരിക്കും ഓടിക്കാനൊക്കെ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ്റെ ഈ ഭാഗം ഓയിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഓടിക്കാനായിട്ട് മുതിർന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഓയിലില്ലാത്തതുകൊണ്ട് തന്നെ എഞ്ചിൻ പിസ്റ്റൺ പിടിച്ച് നിൽക്കാൻ ചെയ്തപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ അയക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ആ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് വേറെ പ്രോബ്ലം ഇല്ല. നമുക്കിനെ ഓടിച്ച് നോക്കിയതിന് ശേഷം ഇനി അഴിച്ച് നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ വല്ല മിസ്സിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ടോണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാണ്, മൊത്തം ചൊല്ലിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിലുണ്ടെന്ന് വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബോഡി വാഷിംഗ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കത് ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അതൊന്ന് ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് കുഷൻ അസംബ്ലി സൈഡ് കംപ്ലയിൻ്റ് ആണ്. ചെറിയ തെറിപ്പ് തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ, കാരണം ഈ സൈഡ് ഇത് ശരിക്കും വൺ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ് ശരിക്കും നമുക്ക് കുഷനിങ് ഉള്ള, മറ്റേന്ന് പറഞ്ഞാൽ ഡമ്മിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരെ മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ബുഷുകൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. അതുപോലെ ലിങ്കഡ് സസ്പെൻഷൻ്റെയും ബുഷ് നമുക്ക് അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഞാൻ ആ ഭാഗം ഓക്കെ ആയിക്കോളും.
സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ മീറ്റർ കണക്ട് ചെയ്തിപ്പോൾ കേബിൾ വിട്ട് കിടന്നിരുന്നതാണ്. മീറ്റർ കണക്ട് ചെയ്തിട്ട് വീല് വർക്ക് ചെയ്യിച്ച് നോക്കുന്ന സമയത്ത് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. അത് മീറ്റർ ജാമായേക്കാണ്. അപ്പോൾ നമ്മൾ മീറ്റർ കണക്ട് ചെയ്താൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അതൊന്നുപോലെ നമുക്ക് ആ മീറ്റർ ഡിസ്കണക്ട് ചെയ്തിടാം. അതല്ലെങ്കിൽ നമുക്ക് മീറ്റർ അസംബ്ലിയെപ്പാടി സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. എന്നാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ ബാറ്ററി 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.83 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നിലവിൽ ഓക്കെയാണ്, ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2023 എന്ന് പറയുമ്പോൾ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. എങ്കിൽ കൂടി നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യണതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ ഭാഗമായാലും സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഫോം ടൈപ്പാണ്, അത് മൊത്തം പൊടിഞ്ഞു പോയായിരുന്നു കേട്ടോ. അത് ശരിക്കും നമുക്ക് എൻജിൻ റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വന്നാണ് അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയത് ഇടാം നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ കേസ് പറഞ്ഞല്ലോ, എൻജിൻ ഓയിൽ ഇല്ല അതിനകത്ത്. അപ്പോൾ നിലവിൽ ഇത്ര കേസാണ്. അപ്പോൾ നമുക്ക് നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാം. എന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കാം എത്രത്തോളം ഉണ്ട് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള ദിവസം വിലയിരുത്തിയിട്ട് ബാക്കി തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ട് പുകയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അഴിച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അതിനകത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഓടിക്കുക. അതിന് ശേഷം ഓടിച്ച് ഞാൻ വർക്ക് കംപ്ലീറ്റ് അതിന് ടെസ്റ്റ് നടത്തി നോക്കാം. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വർക്കിന് ശേഷം ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ.